നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവല്ല സെന്റ് മേരീസ് വിമൻസ് കോളേജിൽ വാക്കത്തോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ആൽഫ തിരുവല്ല സെൻട്രൽ കമ്മിറ്റി മെമ്പർ ദീപ്തി മെമന്റോ വൈസ് പ്രിൻസിപ്പൽ സീമയ്ക്ക് സമ്മാനിച്ചു. തുടർന്ന് സർട്ടിഫിക്കറ്റ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഹസ്ന ഏറ്റുവാങ്ങി. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കിനെപ്പറ്റി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അനിൽ മോഹൻ വിശദീകരിച്ചു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മാത്യൂസം, NSS കോർഡിനേറ്റർ അഞ്ജലി എന്നിവർ സംസാരിച്ചു. ആൽഫ സെൻട്രൽ കമ്മിറ്റി മെമ്പർ ദീപ്തി നായർ വാക്കത്തോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നന്ദി പറഞ്ഞു. ക്രിസ്മസ് അവധി ദിവസങ്ങളിൽ ആരിഷ് ക്ലബ് അംഗങ്ങൾ ആൽഫ തിരുവല്ല സെന്റർ സന്ദർശിക്കാനും ഹോം കെയറിൽ പങ്കെടുക്കാനും സന്നദ്ധത അറിയിച്ചു. മൂവാറ്റുപുഴ മൗണ്ട് കാർമൽ കോളേജിൽ ആരിഷ് ക്ലബ് ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കായി പാലിയേറ്റീവ് കെയറും സ്റ്റുഡന്റ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് മേധാവി ബിബി ഉദ്ഘാടനം ചെയ്തു. ടീച്ചർ ഇൻചാർജ് സാന്ദ്ര, കമ്മ്യൂണിറ്റി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എൽദോസ് കെ തങ്കച്ചൻ, വിദ്യാർത്ഥി പ്രതിനിധി അഞ്ജിത എന്നിവർ നേതൃത്വം നൽകി. 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ആൽഫ ഒല്ലൂർ സെന്ററിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഡിസംബർ 16 ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സെന്ററിൽ നടക്കും. വിവിധ റിപ്പോർട്ടുകളുടെ അവതരണവും പുതിയ എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരണവും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കുമെന്ന് പ്രസിഡന്റ് ബാബു പാനിക്കുളം അറിയിച്ചു. ആൽഫ സ്പർശം മാഗസിൻ 2025 പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഡിസംബർ അവസാനത്തോടെ തയ്യാറാക്കുന്നതിലേക്കായി ആൽഫ ലിങ്ക് സെന്ററുകളുടെ പ്രധാന പരിപാടികളെ സംബന്ധിച്ച് വാർത്തകളും പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ, ചിന്തകൾ പങ്കുവയ്ക്കുന്ന കുറിപ്പുകൾ തുടങ്ങിയവയും ഡിസംബർ 20 മുൻപായി അയക്കണമെന്ന് കമ്മ്യൂണിറ്റി ഡയറക്ടർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.